വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. കാവേരി നദിയെക്കുറിച്ച് അടുത്തിടെ പുറത്തിറക്കിയ ഡോക്യുമെന്ററി ഏതാണ്? കാവേരി റിവർ ഓഫ് ലൈഫ്. അപ്പൊ കാവേരി നദിയെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഈ അടുത്ത് പുറത്തിറങ്ങി. ഡോക്യുമെന്ററിയുടെ പേരാണ് കാവേരി റിവർ ഓഫ് ലൈഫ്. 78ാമത്തെ സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ആരാണ്? 78ാമത്തെ സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് വെസ്റ്റ് ബംഗാളാണ്. പൂർണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? പൂർണമായും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്നത് പത്തനംതിട്ട. അടുത്തത്, സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് എവിടെയാണ്? സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനം നടക്കുന്നത് എവിടെയാണ്? ആറന്മുള. നെക്സ്റ്റ് വൺ, 2024 ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരം ആരാണ്? കൊനേരു ഹംപി. ഒന്നും കൂടെ പറയാം. 2024 ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരം ആരാണ്? കൊനേരു ഹംപി. നെക്സ്റ്റ് വൺ, 31ാമത്തെ നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? ഭോപ്പാൽ. 31ാമത് നാഷണൽ ചിൽഡ്രൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ഭോപ്പാലാണ്. കുടുംബശ്രീയുടെ ദേശീയ സരസ് മേള 2025 വേദി എവിടെയാണ്? ചെങ്ങന്നൂർ. കുടുംബശ്രീ ദേശീയ സരസ് മേള 2025 വേദി ചെങ്ങന്നൂരാണ്. 2025 ക്വാഡ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇന്ത്യ. 2025 ക്വാഡ് ഉച്ചകോടി വേദി ഇന്ത്യ. അടുത്തത്, ആദ്യമായി വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിച്ച ആൻഡമാനിലെ ഗോത്ര വിഭാഗം ഏതാണ്? ജരാവ. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്ര വിഭാഗമാണ് ജരാവ. 2025 അമേരിക്കയുടെ പരമോന്നത ബഹുമതി ആയ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ച ഫുട്ബോൾ താരം ആരാണ്? ലയണൽ മെസ്സി. 2025 അമേരിക്കയുടെ പരമോന്നത ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിച്ച ഫുട്ബോൾ താരമാണ് ലയണൽ മെസ്സി. 2025 എന്തിന്റെയൊക്കെ വർഷമായാണ് നമ്മൾ ആചരിക്കുന്നത്? ഏതിന്റെയൊക്കെയാന്ന് പഠിക്കണം. 4 എണ്ണം പഠിക്കാണ്ട്. സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി അന്താരാഷ്ട്ര വർഷം, ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം. അപ്പൊ 4 അന്താരാഷ്ട്ര വർഷങ്ങളാണ് 2025 ആഘോഷിക്കുന്നത്. ഏതൊക്കെയാണ്? സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി അന്താരാഷ്ട്ര വർഷം, ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം. അടുത്തത് ശ്രദ്ധിക്കൂ. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ചത് ആർക്കാണ്? ഊരാളുങ്കൽ സൊസൈറ്റി. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ചത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. നെക്സ്റ്റ് വൺ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ദേവിക വാര്യരുടെ പുസ്തകത്തിന്റെ പേരെന്താണ്? ഡമരു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ദേവിക വാര്യരുടെ പുസ്തകമാണ് ഡമരു. ഖേൽരത്ന നേടുന്ന പ്രായം കുറഞ്ഞ താരം ആരാണ്? ഡി ഗുഗേഷ്. ഖേൽരത്ന നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്.
അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം ആരാണ്? സാജൻ പ്രകാശ്. അർജുന അവാർഡിന് അർഹനായ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ്. അടുത്തത് ചാന്തുബി ഫെസ്റ്റിവൽ. ചാന്തുബി ഫെസ്റ്റിവൽ ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? ആസാം. ചാന്തുബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് ആസാം. 2025 ജാനുവരിയില് അന്തരിച്ച ജോർജ് കുമ്പനാട്ട് ഏത് നിലയിൽ പ്രശസ്തനാണ്? കാർട്ടൂണിസ്റ്റ് ആണ് അദ്ദേഹം. 2025 ജാനുവരിയിൽ അന്തരിച്ച ജോർജ് കുമ്പനാട്ട് ഏത് നിലയിൽ പ്രശസ്തനായ വ്യക്തിയാണ്? കാർട്ടൂണിസ്റ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി HMPV കേസ് സ്ഥിരീകരിച്ചത് എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് HMPV കേസ് സ്ഥിരീകരിച്ചത് ബാംഗ്ലൂരാണ്. മോഡ്വാർത്ത് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഗോത്രവർഗ വിഭാഗം ഏതാണ്? ടോഡ നീലഗിരി ഗോത്രവർഗം. മോഡ്വാർത്ത് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന ഗോത്രവർഗ വിഭാഗമാണ് ടോഡ നീലഗിരി ഗോത്രവർഗം. അത് ആഘോഷിക്കുന്ന സ്ഥലം ഉദഗമണ്ഡലമാണ്. ആഘോഷിക്കുന്നത് ഉദഗമണ്ഡലത്താണ്. പുതുതായി രൂപവൽക്കരിക്കുന്ന തദ്ദേശ സ്വയംഭരണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ ബി അശോക്. പുതുതായി രൂപവൽക്കരിക്കുന്ന തദ്ദേശ സ്വയംഭരണ കമ്മീഷൻ അധ്യക്ഷൻ ഡോക്ടർ ബി അശോക് ആണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചത്. ഇതിനു മുമ്പുള്ള കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്തതൊക്കെ നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് പഠിക്കാത്തത് അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഞാൻ പ്രത്യേകമായിട്ട് പ്ലേലിസ്റ്റിലെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സ് ഒക്കെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഓപ്പൺ ചെയ്ത് എല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിച്ചാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.